എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. 1952 ജൂലൈ മാസം 4-ാം തീയതി ഫ്ലോറൻസ് ചാഡ്വിക് എന്ന ചെറുപ്പക്കാരി കാറ്റലീന ദ്വീപിൽ നിന്ന് കാലിഫോർണിയയുടെ തീരത്തേക്ക് നീന്തുകയായിരുന്നു. അവൾ വളരെ ദൂരം നീന്തി പരിചയമുള്ളവളായിരുന്നു. ഇംഗ്ലീഷ് ചാനൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിക്കടന്ന ആദ്യത്തെ മഹിളാ രത്നമായിരുന്നു ഫ്ലോറൻസ് ചാഡ്വിക്. അന്ന് വെള്ളത്തിന് മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു. അവളെ വെള്ളത്തിൽ നിന്ന് കയറ്റുവാൻ ആവശ്യപ്പെടുന്നതുവരെ നീണ്ട 15 മണിക്കൂറോളം അവൾ നീന്തിക്കൊണ്ടേയിരുന്നു. പരിശീലകൻ അവളെ നീന്തുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം അവൾ കാലിഫോർണിയ തീരത്തോട് വളരെ അടുത്തു. വിജയം സുനിശ്ചിതമാണെന്ന് കോച്ചിന് മനസ്സിലായി. അതുകൊണ്ട് വളരെ ശബ്ദമുയർത്തി ഫ്ലോറൻസ് ചാഡ്വിക്കിനെ തൻ്റെ പരിശീലകൻ പ്രോത്സാഹനം നടത്തിക്കൊണ്ടിരുന്നു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ചാഡ്വിക്കിന് തൻ്റെ മുമ്പിൽ മൂടൽമഞ്ഞല്ലാതെ മറ്റൊന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ കര തനിക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് അവൾ കര കാണാതെ ഇരുന്നതുകൊണ്ടും ലക്ഷ്യത്തിലെത്താൻ ഇനിയും തനിക്ക് കഴിയില്ല എന്നുള്ളതായ ചിന്തയിൽ അവൾ തൻ്റെ പരിശ്രമം ഉപേക്ഷിച്ച് തൻ്റെ തോൽവി സമ്മതിക്കുവാനിടയായി. ശ്രദ്ധിക്കണേ. പിന്നീട് അവൾ പറഞ്ഞു, ഞാൻ ഒഴിവൊഴിവ് പറയുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. എനിക്ക് കാലിഫോർണിയയുടെ തീരം കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ തോറ്റ് പിൻവാങ്ങുവാനിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഇപ്രകാരം തന്നെയാണ് ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നതിനും അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ആ നന്മയെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ് പലരും ലക്ഷ്യപ്രാപ്തി എത്താതെ ഇടയ്ക്ക് വെച്ച് തങ്ങളുടെ പരിശ്രമം അവസാനിപ്പിക്കുവാൻ ഇടയാകുന്നത്. യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. ശ്രദ്ധിക്കണേ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. നമ്മെ ശ്രേഷ്ഠ കനാനിലേക്ക് അഥവാ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ ദൈവമാണ്. നിന്റെ ആലോചന പ്രകാരം നീ എന്നെ നടത്തി ഒടുവിൽ നീ എന്നെ മഹത്വത്തിൽ ചേർക്കും എന്നതായിരുന്നു ദാവീദിൻ്റെ പ്രത്യാശ. 23-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് ദാവീദ് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു. നമുക്കും ഇങ്ങനെ പറയാനായിട്ട് കഴിയുമോ? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ ആലയത്തിലെ നന്മ കണ്ട് സന്തോഷിക്കും. ഒരു സ്ഥലത്ത് 100 കുഞ്ഞുങ്ങൾ ഉച്ചത്തിൽ കൂട്ടത്തോടെ നിലവിളിച്ചാലും പ്രസവിച്ച മാതാവിന് തൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അവർ തമ്മിലുള്ള രക്തബന്ധമുണ്ട്. അതുതന്നെയാണ് ഈ 100 കുഞ്ഞുങ്ങൾ ഉച്ചത്തിൽ നിലവിളിക്കുന്ന കൂട്ടത്തിൽ തൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം വേർതിരിച്ചറിയുവാൻ ഒരു മാതാവിന് സാധ്യമായിത്തീരുന്നത്. യേശു പറഞ്ഞു, ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആകയാലും
അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിച്ച് ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ കർത്താവിൻ്റെ മക്കളായ നമ്മളെ ചുമന്നുകൊണ്ട് പോകുന്നു. കാരണം നമുക്ക് സ്വന്തം നടന്ന ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാൻ സാധിക്കുകയില്ല എന്ന് കർത്താവിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവൻ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ വഹിച്ച് മുന്നോട്ട് ഗമിക്കുന്നത് പോലെ നമ്മെയും കർത്താവ് തൻ്റെ ചിറകിൻ മേൽ വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവ്, പ്രിയ കുഞ്ഞെ, കർത്താവിൻ്റെ നടത്തിപ്പിനായി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. കർത്താവ് നിശ്ചയമായും നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോകുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ക്ഷാമമാണോ നിങ്ങളുടെ വിഷയം? തൊഴിലില്ലായ്മയാണോ നിങ്ങളുടെ വിഷയം? വരുമാനക്കുറവാണോ നിങ്ങളുടെ പ്രശ്നം? സമാധാനമില്ലായ്മയാണോ നിങ്ങളുടെ വിഷയം? രോഗമാണോ? കൊടുങ്കാറ്റാണോ? പോരാട്ടമാണോ? എന്തായാലും അത് കണ്ട് ഭയപ്പെടേണ്ട. ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. 48 സങ്കീർത്തനം 14 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 4 ദിവസത്തേക്കല്ല, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. നീ പറ്റിപ്പോകാത്ത ഒരു നീരുറവ് പോലെയായിരിക്കും. സദൃശ്യവാക്യം 10 അധ്യായം 3 വാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് അഥവാ യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. കർത്താവ് നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. 34-10 വാക്യം സങ്കീർത്തനം: ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. 34 സങ്കീർത്തനം 10 വാക്യമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. യൗവനത്തിലെ ശക്തിയും ബലവുമുള്ള സിംഹം ചിലപ്പോൾ 1 ദിവസം 2 ദിവസം വിശന്നിരിക്കുന്നേക്കാം. കാരണം ശക്തിയില്ലാത്തതുകൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ അവന് ഇരയെ കിട്ടിയില്ല എന്നത്. പക്ഷേ എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ കർത്താവിനെ അന്വേഷിക്കുന്ന അവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ആകയാൽ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം. ഈ കർത്താവ് നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നവനാണ്. മാത്രമല്ല, നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കും. എവിടെയെങ്കിലും വെച്ച് നിന്റെ ഓട്ടം, നിന്റെ പഠനം, നിന്റെ ജോലി, നിന്റെ യാത്ര, നിന്റെ ശുശ്രൂഷ ഇത് അവസാനിപ്പിക്കാൻ നീ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ, സുഹൃത്തെ, ഒരു നിമിഷം കൂടെ നീ ശ്രദ്ധിക്കുക. നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിശ്ചയമായും നിന്നെ ലക്ഷ്യസ്ഥാനത്ത് കർത്താവ് എത്തിക്കും. ഫ്ലോറിഡ ചാഡ്വിക്കിനെ പോലെ തീരത്തോടടുത്തു അവൾ. പക്ഷേ മൂടൽ മഞ്ഞ് കാരണം അവൾക്ക് കാലിഫോർണിയയുടെ തീരം കാണാൻ കഴിഞ്ഞില്ല. അത് അവളുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കളഞ്ഞിരുന്നു. ഏത് മൂടൽ മഞ്ഞ്. ഇതുപോലെ പല അവിശ്വാസമാണ് നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നത്. അവിശ്വാസത്തെ നീക്കി മുന്നോട്ട് കുതിക്ക്. നിശ്ചയമായ ലക്ഷ്യസ്ഥാനം നിനക്കെത്താൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, ഇവിടെ കൊണ്ട് നീ അവസാനിപ്പിക്കരുത്. നിനക്കിനിയും മുന്നോട്ട് പോകാനുള്ളതായ ധാരാളം സാഹചര്യങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. നീ ലക്ഷ്യത്തോട് അടുത്ത് കഴിഞ്ഞിരിക്കുക. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അവർ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഇനിയും കുറേ ദൂരമുണ്ട് എന്ന് കരുതിയിട്ട്
മാനസികമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ കഴിയാത്ത വിധത്തിൽ മാനസികമായും ആത്മീയമായും ശരീരപരം ക്ഷീണിച്ചു കഴിഞ്ഞിരിക്കുക. അവരുടെ മുൻപിൽ ആ ലക്ഷ്യത്തെ മറച്ചു കളയുന്ന സകല പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും മാറ്റിയിട്ട് അവരെ ലക്ഷ്യത്തിലേക്ക് കരം പിടിച്ച് നടത്തുമാറാകണമേ. ആ പിതാവിനെ, ആ മാതാവിനെ, ആ സഹോദരനെ, ആ സഹോദരിയെ, ആ കുഞ്ഞിനെ അവരെല്ലാം ലക്ഷ്യത്തിലെത്തുവാനിടയാകട്ടെ. ലക്ഷ്യത്തിലെത്തുവാൻ അല്പദൂരമേ ഉള്ളൂ. അതുകൂടെ കർത്താവെ മുന്നോട്ട് ഗമിച്ച് ആ കാര്യങ്ങൾ നടക്കുവാൻ സഹായിക്കണം. അവരെ അങ്ങ് ബലപ്പെടുത്തണം, അവരെ ധൈര്യപ്പെടുത്തണം. ഉറപ്പും ധൈര്യവും ഫലം അവർക്ക് നീ കൊടുക്കണം. അവരെ സഹായിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിശ്ചയമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും നമുക്ക് കാണാം. അതുവരെയും കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.